നമസ്കാരം. ഇടതുപക്ഷത്തിന്റെ CPM ഒക്കെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്നു, യുവാക്കൾ എവിടെ? 2ഉം 3ഉം ടേൺ ഇരുന്ന ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ ഇവിടെ യുവാക്കൾക്ക് എന്ത് പ്രാധാന്യമാണ് കൊടുക്കുന്നത്? വളർന്നു വരുന്ന തലമുറയ്ക്ക്, യുവജനതയ്ക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? സ്ത്രീ സംവരണ മണ്ഡലങ്ങളിൽ അല്ലാതെ സ്ത്രീകൾക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. തീർച്ചയായിട്ടും പുതിയ മുഖങ്ങൾ കടന്നു വരേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ ചില പ്രത്യേക പട്ടിക പ്രകാരം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ പുതിയ മുഖങ്ങളെ എന്ത് ചെയ്യും? അതിനിടയ്ക്ക് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ മത്സരിക്കും എന്ന് കേൾക്കുന്നു. ഒപ്പം KC വേണുഗോപാൽ അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ആലപ്പുഴ മത്സരിപ്പിക്കും എന്ന് കേൾക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ, അതുപോലെ വാർത്താ വിശകലനങ്ങളും രാഷ്ട്രീയ വിശകലനങ്ങളും ഒക്കെ തന്നെ കേരളത്തിൽ തുടരുകയാണ്. തീർച്ചയായിട്ടും ഈ 2 ടേൺ CPM നയിച്ച LDF സർക്കാർ ഭരിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അതായത് കേരള സർക്കാരിൻ്റെതായ എന്ത് നേട്ടമാണ് ഉണ്ടായത്? നമുക്ക് എന്ത് ഗുണമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടിയത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയ പട്ടികയും സ്ഥാനാർത്ഥി പട്ടികയും യുവാക്കൾ കടന്നു വരേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ കുറെ ബാറുകളുടെ എണ്ണം കൂടി, ഇവിടെ കുറെ ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശിക കുറെ വരുത്തി, ഇവിടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർക്ക് ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. ശബരിമല വിഷയം വലിയ തോതിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അടക്കമുള്ള കേന്ദ്രങ്ങളുടെ കെടുകാര്യസ്ഥതയും അതുപോലെ തട്ടിപ്പും കൊള്ളയും വെട്ടിപ്പും ഒക്കെ തന്നെ കുറെ പുറത്തു വന്നു, കുറെ പുറത്തു വരുന്നില്ല. കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നു. പോലീസിനെ SFIക്കാരും DYFIക്കാരും ചേർന്ന് തല്ലുന്ന അവസ്ഥയുണ്ടായി, പോലീസ് അങ്ങോട്ട് തല്ലുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെ അല്ലാതെ എന്ത് വികസനമാണ് നടന്നത്? കുറെ ഹൈമാസ്ക് ലൈറ്റുകൾ ഈ MLA-മാരുടെ പേരിൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്ഥാപിച്ചു, കുറെ വെയിറ്റിംഗ് ഷെഡുകൾ സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ കേരളത്തിന് ഈ 2 പ്രാവശ്യം ഭരിച്ച LDF ഗവൺമെന്റിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? കുറെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടിയോ? കുറെ യുവാക്കൾക്ക്, സാധാരണക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചു? ഇവിടെ സ്ത്രീകൾക്ക് എന്ത് നേട്ടമുണ്ടായി? ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് എന്ത് നേട്ടമുണ്ടായി? ആരോഗ്യരംഗത്ത് കോട്ടങ്ങളെ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ആരോഗ്യരംഗത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് വേറെ ആരോ ആണ് എന്നുള്ള ആ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം എത്തി. ഇതൊക്കെ തന്നെ നേട്ടങ്ങളാകുന്നത് എങ്ങനെ? ഇതൊക്കെ തിരിച്ചടികളല്ലേ? ഇതൊക്കെ ജനവിരുദ്ധമല്ലേ? നാടിന് വിരുദ്ധമായ കാര്യങ്ങളല്ലേ? എന്നിട്ടും തുടരാം, ഒന്നായി തുടരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കി പത്രങ്ങളിലൊക്കെ ഫുൾ പേജ്, ഹാഫ് പേജ്, ക്വാർട്ടർ പേജ് പരസ്യങ്ങൾ നൽകിയതുകൊണ്ട് മാത്രം വികസനമായി? ഇത് PR വർക്കിന്റെ മാത്രം മുമ്പോട്ട് പോക്കാണ്. PR വർക്കിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പരിപാടിയാണ്. എല്ലാ സർക്കാരിനും ഒരു PR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ PR ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ചുമതലയാണ് വഹിക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിന്റെ ഇല്ലാത്ത നേട്ടങ്ങൾ സഹിതം എല്ലാം പർവ്വതീകരിച്ച്, എല്ലാം വലിയ തോതിൽ വിപുലീകരിച്ച്, ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാതെ വയ്യ. സ്ഥാനാർത്ഥികളെ എങ്ങനെ വേണമെങ്കിലും നിർണയിച്ചുകൊള്ളൂ. കഴിവുറ്റ സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യും. രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ നാട്ടുകാരെ നോക്കി നാടിന് വികസനം ഉണ്ടാകും എന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല വിഭാഗക്കാരുണ്ട്. ഇടതുപക്ഷം തന്നെ 3ാമതും അധികാരത്തിൽ വരുമെന്ന് പറയുന്നവരുണ്ട്, UDF വരുമെന്ന് പറയുന്നവരുണ്ട്, BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല വിഭാഗം ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ബാക്കിയായിട്ട് നമുക്ക് എന്ത് വികസനമാണ് ഉണ്ടായത്? ചില മേഖലകളിലൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അതൊക്കെ ജനകീയമാണോ? സാധാരണക്കാരന്, പട്ടിണി പാവക്കാരന്, അല്ലെങ്കിൽ ഗതിയില്ലാത്തവന്, ദരിദ്രന് എന്ത് നേട്ടമുണ്ടായി? എന്ത് പദ്ധതിയുണ്ട് ഇവിടെ? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളല്ലാതെ കേരള സർക്കാരിൻ്റെതായിട്ട് സ്വന്തമായിട്ട് ജനങ്ങളിൽ പറഞ്ഞ് നടപ്പിലാക്കി ജനങ്ങൾക്ക് വലിയ തോതിൽ ഒരു ഗുണമുണ്ടായ ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടോ എന്നുള്ള സംശയം ബാക്കിയാവുകയാണ്.